ഹലോ. കൊടുങ്കാടിൻ്റെ ഉള്ളിലൂടെ വെട്ടിവിട്ടക്കാട് ആദിവാസി ഉന്നതിയിലേക്കൊരു യാത്ര. തൃശ്ശൂർ ജില്ലാ കളക്ടർക്കൊപ്പം നമ്മൾ ജോലിയുടെ ഭാഗമായിട്ടാണ് ഇവിടേക്ക് എത്തുന്നത്. ആദ്യമായിട്ടാണ് അവിടേക്കൊരു ജില്ലാ കളക്ടർ എത്തുന്നതാണ് അവർ പറഞ്ഞത്. നമ്മൾ ചാലക്കുടി തഹസിൽദാരുടെ വണ്ടിയിലാണ് പോയത്. ഇതിലൊരുപാട് കിറ്റുകളും കാര്യങ്ങളും ഉണ്ട്. ഇടയ്ക്കിടയ്ക്ക് തലയിൽ കൂടെ വീഴുമായിരുന്നു. എന്നാലും ഇതൊക്കെ അവിടെ എത്തിക്കേണ്ടത് ആവശ്യകത ആയതുകൊണ്ട് തന്നെ എല്ലാം കൂടി പെറുക്കി കെട്ടിയിട്ടാണ് ഞങ്ങളിവിടെ നിന്ന് പോകുന്നത്. പിന്നെ കളക്ടർ സമ്മതിക്കണം കേട്ടോ, ഇത്രയും കാടിൻ്റെ ഉള്ളിൽ കൂടെ പോകാൻ ഇങ്ങനെ ഒരു എഫേർട്ട് എടുക്കാൻ അയാൾ മനസ്സ് കാണിച്ചതിന് സമ്മതിക്കണം. കാരണം അവർ പറഞ്ഞു അവിടേക്ക് എത്തിച്ചേർന്ന ആദ്യത്തെ ജില്ലാ കളക്ടറാണ് മിസ്റ്റർ അർജുൻ പാണ്ഡ്യൻ എന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ അത് വളരെ സന്തോഷം തോന്നി. അതിൻ്റെ ഒരു ഭാഗമാകാൻ സാധിച്ചാൽ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. പിന്നെ നടന്നു കയറിയ കാര്യമൊന്നും പറയണ്ട, കുറച്ചൊന്നുമല്ല, ഒത്തിരി ഉണ്ടായിരുന്നു. സാനിറ്റൈസർ കയ്യിൽ കരുതിയോണ്ട് തന്നെ അട്ടകളിൽ നിന്നൊക്കെ ഒരു വലിയ ലക്ഷ്യമായിരുന്നു. പിന്നെ ആഫ്രിക്കയിലെ ഏറ്റവും വലിയ കൊടുമുടിയായ കിളിമഞ്ചാരോ കയറി വന്ന കളക്ടർക്ക് ഇതൊക്കെ എന്ത്, പക്ഷെ നമ്മളാണ് കഷ്ടപ്പെട്ടത്. ഇത് മാത്രമല്ല, വളരെ കുത്തനെ ഇറക്കാണ്. നമുക്കൊരു ഗ്രിപ്പ് കിട്ടാത്ത രീതിയിൽ അങ്ങ് സ്ലിപ്പായി പോയി വീഴുന്ന ഒരുപാട് സാഹചര്യങ്ങൾ മുന്നിലുണ്ടായിരുന്നു കേട്ടോ. ഇതുപോലെ ഒരു ഇസഡ് വളയുന്ന പോലെ. കാരണം ഇത് കുത്തനെ ഇറക്കം മാത്രമല്ല കേട്ടോ, കൊടുങ്കാടാണ്. അവർ പറഞ്ഞിടത്തോളം ആനയും കരടി മാത്രമേ അവിടെ ഉണ്ടാവുള്ളൂ എന്നാണ് അവർ പറഞ്ഞത്. ആനപ്പിണ്ടൊക്കെ നമ്മൾ പോകുന്ന വഴിക്ക് കിടക്കുന്ന കണ്ടപ്പോൾ തന്നെ ഉള്ളിൽ ജീവൻ പകുതി പോയി. പിന്നെ അവർ പറഞ്ഞു ഇപ്പം ആനയുടെ ശല്യം വളരെ കുറവാണ്, കരടിയേ ഉണ്ടാവുള്ളൂ എന്ന്. അതും കൂടി കേട്ടപ്പോൾ പൂർത്തിയായി. പിന്നെ അവർ പറഞ്ഞു കൂട്ടായിട്ട് മാത്രമേ പോകാവൂ, ഒറ്റപ്പെട്ട് നിൽക്കരുത്, അത് കുറച്ച് റിസ്ക് ആണെന്നുള്ളത് നേരത്തെ അവർ ഇൻഫർമേഷൻ തന്നിരുന്നു. ഇങ്ങനെ പെതുപെതാന്ന് ഇങ്ങനെ താഴേക്ക് ഇറങ്ങിപ്പോകുന്ന ഒരു വഴിയാണ് ഇപ്പോൾ ഈ കാണുന്നത് കേട്ടോ. ഇതിലൂടെ കുത്തനെ ഇങ്ങനെ ചാടി നമ്മൾ ഇറങ്ങിപ്പോയായിരുന്നു. അങ്ങനെ നമ്മൾ കിറ്റൊക്കെ ആയിട്ട് ആ ആദിവാസി ട്രൈബൽ കോളനികളിൽ നമ്മൾ എത്തി. അവിടെ ചെന്ന ഉന്നതിയിലെ ചേച്ചിമാർ വളരെ സ്നേഹത്തോടെ പറഞ്ഞപ്പോൾ ഒരു ഗ്ലാസ് വെള്ളമൊക്കെ ഞങ്ങൾ വാങ്ങിക്കുടിച്ചു. വെള്ളം എന്ന് പറഞ്ഞാൽ ഒന്ന് ഇത്രയും എഫേർട്ട് എടുത്തുകൊണ്ടാവാം, പിന്നെ അത് മാത്രമല്ല ഭയങ്കര തണുപ്പായിരുന്നു. നേരിട്ട് മലയിൽ നിന്ന് ഇറങ്ങി വരുന്ന വെള്ളമൊക്കെ അവർ നമുക്ക് തരുന്നതെന്ന് തോന്നും. പിന്നെ അട്ടകടിക്കലും കാര്യങ്ങളൊക്കെ പോകുന്ന വഴിക്ക് ഉണ്ടായിരുന്നു. എനിക്ക് അത്ര കാര്യമായിട്ട് ബാധിച്ചില്ല. പിന്നെ അവിടെ ചെല്ലുമ്പോൾ നമ്മൾ വീട്ടിൽ വിരുന്നുകാർ വരുമ്പോൾ ഒരുക്കുന്ന പോലെ കപ്പപ്പുഴുക്കും ചമ്മന്തിയൊക്കെ അവർ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു. അതെല്ലാം കഴിച്ച് വളരെ വളരെ വിശപ്പോട് കൂടിയാണല്ലോ അവിടേക്ക് എത്തുന്നത്. കൂട്ടത്തിൽ കട്ടൻ ചായ ഉണ്ടായിരുന്നു. പിന്നെ അവിടെ കരിമ്പും കാര്യങ്ങളെല്ലാം കഴിച്ച് പിന്നെ അവരുടെ വിശേഷങ്ങളെല്ലാം ചോദിച്ച് കളക്ടർ വിശദമായിട്ടെല്ലാം ചോദിച്ചറിഞ്ഞു. അതിനുശേഷം ഞങ്ങൾ തിരിച്ചു പോന്നു. അതായിരുന്നു വലിയ ടാസ്ക്. ഓരോ കുത്തനെ കയറ്റം കയറുമ്പോഴും നമ്മളിങ്ങനെ മുകളിലേക്ക് നോക്കുമ്പോൾ എൻ്റെ പൊന്നോ, ഇനി എങ്ങനെ ഞാൻ മുകളിലേക്ക് എത്തുമെന്ന് തോന്നിപ്പോകുന്ന അത്രയും ഭീതി തോന്നുന്ന തരത്തിലായിരുന്നു തിരിച്ചുള്ള യാത്ര. ഏതാണ്ട് 80 കിലോമീറ്ററോളം യാത്ര ചെയ്തിട്ടാണല്ലോ നമ്മൾ മലക്കപ്പാറ എത്തുന്നത്. പിന്നെ അവിടെ നിന്ന് തമിഴ്നാടിൻ്റെ ഉള്ളിലൂടെ ഒരു 12 കിലോമീറ്റർ ഓഫ് റോഡ് ട്രക്കിംഗ് ജീപ്പിൽ. അതും കഴിഞ്ഞിട്ടാണ് ഈ 4-4.5 കിലോമീറ്റർ നമ്മൾ നടക്കുന്നത്. ഇത് താഴോട്ടും മുകളിലോട്ടും അത്രയും തന്നെ നടക്കാനുണ്ട്. ഏതാണ്ട് 1.5 മണിക്കൂർ എടുത്തിട്ടാട്ടോ നമ്മൾ നടന്ന് അവിടെ എത്തുന്നത്. പക്ഷേ അവിടെയുള്ള ട്രൈബൽസിനൊക്കെ ആകെ ഒരു 15-20 മിനിറ്റ് മതി അങ്ങോട്ടും ഇങ്ങോട്ടും കയറി ഇറങ്ങി എത്താനൊക്കെ. മുകളിൽ ആകാശവും താഴെ ഭൂമിയും, അതാണ് സത്യത്തിൽ ഇവരുടെ എല്ലാം ജീവിതം. ഇതുപോലെയുള്ളൂ ജീവിതം. പക്ഷേ ഒരുപാടൊക്കെ ആലോചിച്ച് ടെൻഷൻ അടിച്ച് നമ്മളൊക്കെ നമ്മുടെ ലൈഫ് വെറുതെ വേസ്റ്റ് ചെയ്യുക. ഇതുപോലെ ഓരോ റിസ്കുകൾ ഏറ്റെടുക്കും തോറും നമ്മുടെ കോൺഫിഡൻസ് ആണ് വർദ്ധിക്കുന്നത്. നമ്മുടെ ആത്മവിശ്വാസം അതിലും വലുതല്ല മറ്റൊന്നും.